കാച്ചിയ പപ്പടത്തിന്റെ മണം. അടുത്തു തന്നെ പാമ്പുണ്ട്. അത് വായ തുറന്നതാണ്. എസ് കെ പൊറ്റക്കാടിനെ വായിച്ച ഓർമ്മയിൽ ഞാൻ അയാളോട് പറഞ്ഞു, സാറ് പേടിക്കേണ്ട, പാമ്പില്ല. ഇരുട്ടിൽ ചെറിയ നിലാവിൽ ഞാൻ ഭയന്ന് മുന്നോട്ട് നടന്നു. അയാൾക്ക് നടക്കാൻ വെളിച്ചം വേണ്ടേ? കാരണം പകല് നടക്കുന്ന ലാഘവത്തിലാണ് അയാളുടെ നടത്തം. കയറിക്കോ, അകത്തൊരു സ്ത്രീയുണ്ട്. അവർക്ക് വയ്യാണ്ട് കിടക്കുക. നോക്കാൻ ഒരു പെൺകുട്ടിയുണ്ട്. എന്തേലും ആവശ്യമുണ്ടേൽ അവളെ വിളിച്ചാൽ മതി. അയാൾ വന്ന പോലെ തിരിച്ചുപോയി. അയാൾക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല. കീശ തപ്പി തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ കാണുന്നില്ല. ഇരുട്ടിൽ ലയിച്ചു ചേർന്ന പോലെ അയാൾ മറഞ്ഞുപോയി. ഞാൻ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. അകത്തു നിന്നും മാംസമഴുകിയ ഗന്ധം. എനിക്ക് ഓക്കാനം വന്നു. വിളക്ക് തെളിച്ച് ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത്, അകത്ത് കിടന്നോളൂ, പായ വിരിച്ചിട്ടുണ്ട്. ഞാൻ വരുമെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ സംശയം പ്രകടിപ്പിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല, വെറുതെ പുഞ്ചിരിച്ചു. തണുത്ത കാറ്റിൽ ഞാൻ ചെറുതായി വിറച്ചു. അഴുകിയ ഗന്ധം. അതൊരു പൂച്ച ചത്തതാ. 2 ദിവസമായി. നാളെ മുകളിൽ കയറി എടുത്തു കളയണം. ഞാൻ പുതപ്പിനുള്ളിലേക്ക് കയറി. ഉറക്കം പിടിച്ചുള്ള ഡ്രൈവ് ആയിരുന്നു. ഇറക്കം ഇറങ്ങി വന്നപ്പോൾ മുൻപിലൂടെ ആരോ വട്ടം ചാടി. ഒരു പെൺകുട്ടിയായിരുന്നു അത്. വണ്ടി സൈഡിലേക്ക് പാളി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നു. ബോധം കെട്ട് ഞാൻ സ്റ്റിയറിംഗിൽ തല ചേർത്തു കിടന്നു. കണ്ണു തുറന്നപ്പോൾ അയാൾ മുന്നിൽ. ഞാനൊന്നു ഭയന്നു. പേടിക്കണ്ട, ഇന്നിനി ഈ ഇറക്കം ഇറങ്ങേണ്ട. ഞാൻ കിടക്കാൻ ഒരിടം തരാം. യാന്ത്രികമായി ഞാൻ അയാൾക്കൊപ്പം നടന്നു. കുടിക്കാൻ വല്ലതും വേണോ? അവളുടെ ശബ്ദം എൻ്റെ ചിന്തയെ ഉണർത്തി. വേണ്ട, ഞാൻ തല തിരിച്ച് അവളോട് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി തലവെട്ടിച്ച് അവളെ നോക്കി. ഇവളാണ് എൻ്റെ കാറിൻ്റെ കുറുകെ ചാടിയവൾ. എൻ്റെ ശരീരം തണുത്തു തുടങ്ങി. അവൾ എൻ്റെ കൈകളിലൂടെ വിരലോടിച്ചു. ഞാൻ അവളെ തള്ളി മാറ്റി വാതിൽ വലിച്ചു തുറന്നു പുറത്തേക്കോടി. വിടരുത്, അവനെ വിടരുത്. അകത്തുനിന്നും ആ സ്ത്രീ വിളിച്ചു കൂകുന്നു. ഞാൻ പിന്നിലേക്ക് വലിച്ചു മാറ്റപ്പെടുന്നു. വീണ്ടും അതേ കിടക്കയിൽ. അവളുടെ കൈകൾ എൻ്റെ കഴുത്തിൻ്റെ അടുത്തേക്ക് നീണ്ടുവന്നു. അവൾ എൻ്റെ കഴുത്തിനെ മുറുക്കി തുടങ്ങി. ഞാൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവൾ തൻ്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റി. ഇത്ര ഭംഗിയുള്ള ഒരു ശരീരം ഞാൻ ആദ്യം കാണുകയാണ്. അവൾ ആദ്യം തൻ്റെ തല കൊടുവാൾ കൊണ്ട് മുറിച്ചെടുത്ത് ടേബിളിൽ വച്ചു. എൻ്റെ ശബ്ദം എങ്ങോട്ടോ പോയി. അവൾ എൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറി. ഞാൻ വിയർക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആദ്യം വന്ന ആ മനുഷ്യൻ എന്നെ വലിച്ചിഴച്ചു. തലയില്ലാത്ത ശരീരവുമായി അവളും ആ പ്രായം ചെന്ന സ്ത്രീയും ഞങ്ങൾക്ക് പുറകെ വന്നു. ഒടുവിൽ അവരെന്നെ എൻ്റെ കാറിലിരുത്തി. പതുക്കെ ഗിയർ മാറ്റി അയാൾ എന്നെ